സൽമാൻ ഖത്തറിലേക്ക് പോയിട്ട് 2-3 ദിവസമായി. വീഡിയോ ഇടാൻ വൈകിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പനിയും ചുമയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് റെസ്റ്റ് അത്യാവശ്യമായിരുന്നു. ഇനി നമുക്ക് സൽമാൻ ഖത്തറിലേക്ക് പോകുന്ന അന്നത്തെ വികാരനിർഭരമായ നിമിഷങ്ങൾ കാണാം. വിദേശത്തേക്ക് എപ്പോൾ പോവുകയാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങാറുള്ളൂ. കുറച്ച് ദിവസമാണെന്നുണ്ടെങ്കിലും വീട്ടുകാരെ വിട്ടു നിൽക്കണ്ടേ. സൽമാൻ്റെ കണ്ണിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ഈ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് സൽമാൻ്റെ ഉമ്മ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. സൽമാൻ്റെ കണ്ണിന്ന് കണ്ണുനീര് വീഴാൻ തുടങ്ങി. ഇനാഗുറേഷനും പ്രോഗ്രാമിനൊക്കെ പുറത്തെ രാജ്യങ്ങൾക്ക് പോകുന്നത് ഇഷ്ടമാണെങ്കിൽ പോലും കുറച്ച് ദിവസമാണെങ്കിലും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അവനക്കൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. ലോങ് എവിടെ പോവുകയാണെങ്കിലും അയൽപക്കത്തൊക്കെ പോയിട്ട് യാത്ര പറഞ്ഞിട്ട് ആശാൻ വരുള്ളൂ. വന്നിട്ട് പോകാൻ പറ്റോ? സൽമാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് രണ്ടാമത്തെ ജ്യേഷ്ഠൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഓട്ടോ ഡ്രൈവർ ആയത് കാരണം കൊണ്ട് ട്രിപ്പ് പോയതായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ജ്യേഷ്ഠൻ്റെ ഓട്ടോ കണ്ടതും അവിടെ സൈഡാക്കി നിർത്തി ജ്യേഷ്ഠനോട് യാത്ര പറയാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മള് സൽമാനെ കൊണ്ടാക്കാൻ പോവാണ്. എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. അതെ, സൽമാന്റെ കാരണവന്മാരുണ്ട്, കൂട്ടുകാരുണ്ട്, ഉണ്ടപ്പായി ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ പറ്റുന്ന പോലെ ഇടുന്നതായിരിക്കും ഖത്തറത്തെ വിശേഷങ്ങള്. അതിന് നമ്മൾ അവിടെ ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ വീട്ടിലേക്ക് തന്നെ വീഡിയോ കോൾ ചെയ്ത് വീണ്ടും വീണ്ടും എല്ലാരെയും കാണുകയാണ്. വിളിക്കണ്ടോ? ഉവ്വതാ, പൊന്മോളതാ, ഉത്തതാ, അസ്മതാ, അച്ചീനതാ, എല്ലാവരും ഉണ്ടല്ലോ. ഉമ്മാനെ മാത്രം വീഡിയോ കോളിൽ കണ്ടില്ല. ഇനി നമുക്ക് സൽമാനൊന്ന് കോളാക്കാം. ആകെ കുറച്ച് ദിവസത്തിനാ പോണത്. അതിനെന്തിനാ എത്ര സങ്കടം? അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല മോനെ, ഫ്ലൈറ്റ് കയറിയപ്പോ എന്താ പരിപാടി? ഒതുങ്ങിയിരിക്കൂലേ? പയ്യ എല്ലാം ഓടിച്ച് ശ്രദ്ധിച്ചോളം കിട്ടോ. ഉമ്മക്ക് എന്തിനാ വിളിച്ചത്? അവിടെ ഇരുന്നോട്ടെ. കരയെ ഉമ്മ കരയെ പിന്നെന്താ? മനെ ബുക്ക് എടുത്തില്ല, പാസ്പോർട്ട് എടുത്തില്ല. ബുക്ക് വേണ്ടേ കൂടി പോകാനോ? എന്താ അപ്പൊ ഖത്തർക്കോണ്ട് ചെല്ലേ? ഖത്തർക്കോടെന്ന് പറഞ്ഞു മങ്കി കേപ്പോ? ഫ്ലൈറ്റ് കയറുമ്പോ മങ്കി കേപ്പോ? ആ എന്നെ കാണുന്നില്ലേ? സൽമാന്റെ റീൽസോ അല്ലെങ്കിൽ വ്ളോഗൊക്കെ കാണുന്ന കുട്ടികളാവാം. വണ്ടിമ്മ പോകുമ്പോ ഇങ്ങനെ കണ്ടപ്പോ അവര് വീഡിയോ എടുത്ത് പോവാണ്. അപ്പൊ സൽമാന് പറയാനുള്ളത് കണ്ടോളി. അതാരാ? കുടുംബോ? എന്റെ കുടുംബക്കാരാ.
എല്ലാരും എന്റെ കുടുംബാണ് സൽമാനെ. ഓളെ നമ്പർ വാട്സപ്പ് ഉണ്ട് പറഞ്ഞേ. നേരത്തെ എടുത്ത വീഡിയോ ഫോട്ടോ ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നു. അവർ വീണ്ടും നമ്മളെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിൽ മെല്ലെ പോവാണ്. ഖത്തർക്ക് അനക്കിപ്പൊ കിട്ടുക കോയെ ഇപ്പൊ കിട്ടുവാണെങ്കിൽ പോണ്ട് സങ്കടം മാറി ഒക്കെ മാറി. പോണ സങ്കടമൊക്കെ മാറിയുണ്ട്. കോയി നോക്കണുണ്ടോ? കോയി നോക്കണം മാനേ. സൈഡ് ഗ്ലാസ് കൂടെ നോക്കണ ആശാന് അവര് പിന്നിൽ വരുന്നുണ്ടോന്ന്. പൈസ വേണ്ടവരൊക്കെ വിളിച്ചിട്ടോ പൈസ അവിടെ നിന്ന് റേറ്റ് ഉണ്ട്. നേരത്തെ പൈസ കേട്ടച്ചി പൈസ വേണ്ടവരൊക്കെ വിളിക്കിട്ടോ. അതെ ഈ പൈസ ഉണ്ടോ? ഈ പൈസ ഇതൊന്നും അവിടെ എടുക്കൂല. ഇതൊക്കെ ഒരു കാട്ട് ഒട്ട അവിടെ എടുക്കൂല. എടുക്കണ്ടോ? പണ്ടിച്ച് ദുബായിക്ക് പോയാൽ 10 റുപ്യ എന്നില്ലേ എനിക്ക് അതേമാതിരി കിട്ടണത്. 10 റുപ്യ എടുത്തിട്ടേ ഈ വണ്ടി കേട്ടോ കൊണ്ടുവരാനോ? വലിയ വണ്ടിയോ? എന്നാ അഡ്വാൻസ് പൈസ തന്നിട്ട് പോ. കാട്ട് ഇങ്ങോട്ട് കാട്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ ഒരു ചായ കുടിച്ചിട്ടാവാൻ ഇനി ബാക്കി യാത്ര എന്ന് വിചാരിച്ചു. മതി യാത്ര പറഞ്ഞത്. ഉള്ളി യാത്ര പറച്ചില്ല. അവിടത്തോളം യാത്ര പറഞ്ഞു. ഇപ്പൊ ആള് ഓക്കെ. ആകെ കുറച്ച് ദിവസമുള്ളൂ നമ്മുടെ നീർച്ചയാകുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് റെഡി ആയപ്പോ ആള് ഉഷാറായി. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് അൽസാജ് കിച്ചണിക്കാണ്. ഇവിടുന്നാണ് നമ്മൾ എയർപോർട്ടിൽ പോണത്. ഇവിടേക്ക് നമ്മൾ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സൽമാ ഖത്തർക്ക് പോണത് അൽസാജ് കിച്ചന്റെ ഖത്തറിലെ പുതിയ ബ്രാഞ്ചിന്റെ ഇനാഗ്രേഷനാണ്. നമ്മളെ ഷിയാസ് ഖാൻ, നമ്മളെ സൽമാന്റെ നമ്മളൊക്കെ ചങ്കായ ഷിയാസ് ഖാന്റെ അൽസാജ് കിച്ചന്റെ പുതിയ ബ്രാഞ്ച് ഖത്തറിൽ വരികയാണ്, തുമ്മാമാലില്. അപ്പൊ അതിന്റെ ഇനാഗ്രേഷനാണ് പോണത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വേറെയും 3-4 ആൾക്കാരും കൂടി ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനുള്ള പ്ലാനാണ്. അപ്പൊ നമ്മളിപ്പോ ആലുവയിലുള്ള അൽസാജ് കിച്ചണിൽ എത്തിക്കാണ്. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളായിട്ട് എല്ലാവരും കൂടി എയർപോർട്ടിൽ പോയി അവിടുന്ന് നമ്മളെ ചെക്കൻ പോകും. എന്താ ഉറക്കം വരുന്നേ? എന്താ എയർപോർട്ടിന്റെ തൊട്ടടുത്തെത്തി. ഇനി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിൽ പോവാണ്, അവിടുന്ന് പോവാണ് എന്നൊക്കെ മനസ്സിൽ തോന്നിയിട്ടാവാം സൽമാന് വീണ്ടും അവന്റെ മുഖത്ത് ആ ഒരു സങ്കടം കാണാൻ തുടങ്ങി. സാധാരണ മന്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചാടിക്കളിക്കണ സൽമാന് മുഖത്തൊരു സന്തോഷം കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ അൽസാജിന്ന് ഫുഡ് അടിച്ചിട്ട് സൽമാനെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കൊണ്ടുവിടാൻ പോണേ അല്ലേ? അല്ലേ മോനെ? മാമൊന്നു അച്ഛന്നു ഞങ്ങൾ നേരെ പോവാണ്. 15 മിനിറ്റ് കൊണ്ട് സൽമാൻ എയർപോർട്ടിലെത്തും. 16ാമത്തെ മിനിറ്റ് സൽമാൻ എമിഗ്രേഷന്റെ അവിടെ എത്തും അല്ലടാ. അവ എയർപോർട്ടിലെത്തില്ല സൽമാനെ. അങ്ങനെ എല്ലാവരും ട്രോളിയൊക്കെ പിടിച്ച് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് സൽമാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഫോട്ടോ എടുത്തു പോയത്. അങ്ങനെ നമ്മുടെ ചെക്കം മന്ദം ഉള്ളിലോട്ട് കയറി പോവുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സൽമാൻ ഒറ്റക്കല്ല, അതിൻ്റെ കൂടെ വേറെ കുറച്ച് ആൾക്കാരും കൂടി പോകുന്നുണ്ടെന്ന്. അത് അൽസാജ് കിച്ചൻ്റെ ഒരു ടീമുണ്ട്. കൂടാതെ സെലിബ്രിറ്റീസായ യാദിൽ ഇക്ബാല്, കടൽ കൊമ്പൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ വേറെയുണ്ട്. നമ്മളോടൊക്കെ യാത്ര പറഞ്ഞ് ചെക്കൻ പോവാണ്.
ഉഷാറാക്കണം, വിളിക്കണം. ഓക്കെ, പറഞ്ഞേ കേൾക്കണം. ഫോണ് ഫോൺ അവിടെ എത്തിയ വാട്സപ്പിൽ വിളിക്കാം, ശരിയല്ല അത് സിം എടുക്കാം. ഓക്കെ, എന്താ വരിക? ഇന്നത്തെ 2 ദിവസോ 3 ദിവസോ ഒന്നിക്കാൻ പറ്റും. എന്നാ പോയിട്ട് വാ കേട്ടോ. ഓക്കെ. ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി ടാറ്റയും തന്ന് ആശ മെല്ലെ ഉള്ളിലേക്ക് കയറുകയാണ്. പൈസ കൊടുക്കാനോ? എവിടെ കൊടുത്തു വെച്ചുക്കണോ? ആ, അഫിക്ക് പൈസ കൊടുത്താ പോരെ? ആ, കൊടുക്ക. ആ, നീർച്ചക്ക് ഡ്രസ് എടുക്കാനല്ലേ? ആ, ഓക്കെ ആളെ ഓക്കെ ആയിക്കണു. ആ, ഓക്കെ വിളിക്ക്. സൽമാൻ മാത്രം തനിയെ പോവാണെന്ന് വിചാരിക്കരുത് ടോളി. സൽമാന്റെ കൂടെ ജ്യേഷ്ഠനും ഉണ്ട്. മനെ കരയണുണ്ടോ? കരച്ചില് മാറിയിപ്പോ. എടി, ഒരാഴ്ച എത്തൂല്ലേ? നീർച്ചക്ക് എത്തുന്നൊക്കെ പറഞ്ഞപ്പോ ആളോ ഓക്കെ. നാട്ടില് നീർച്ചയാണ്, ആഘോഷമാണ്, ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ആയപ്പോ ഓക്കെ. എന്തൊക്കെയാണെങ്കിലും ആളെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി ടാറ്റ കാണിച്ചു തരുന്നുണ്ട്. എന്താ പയ്യെ, 4-5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഇനി ചെക്ക് ഉണ്ടാവില്ല. എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? എന്ത് പറയണു? എന്താ 5 ദിവസം കാണാതിരിക്കണ്ടേ? വീഡിയോ കോൾ ചെയ്യേ. ഓ, നീർച്ചയാണ്, നീർച്ചയുടെ മുമ്പ് ഇങ്ങോട്ട് എത്തും, ഒരാഴ്ച ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ. മറ്റേത് പണിക്ക് പോണ പോലെ കരഞ്ഞിരുന്നു. സൽമാന്റെ നീർച്ച പോയി തട്ട് ഇതവിടെ കളിയാക്കണു. നീർച്ച പോയി പറഞ്ഞപ്പോ ദേഷ്യപ്പെടുക. വെറുതെ പറയാ ഇജ്ജ് വന്നിട്ടാ ഓനിക്ക് ഭ്രാന്താണ് എന്ന്. സൽമാൻ ഖത്തർക്കല്ലേ പോണത്. ആ എയർപോർട്ടിൽ നിന്ന് കയറുന്ന എല്ലാരോടും ചോദിക്കണ്ട് എവിടേക്കാ പോണത് എന്ന്. പോണവരൊക്കെ ഖത്തർക്കാണെന്നാ വിചാരിച്ചിക്കണേ. ആ, നമ്മളെല്ലാരും ഖത്തർക്കാലേന്ന്. എയർപോർട്ടിലുള്ളവർ മൊത്തം ഖത്തർക്കാണ് എന്ന്. അല്ല, ആള് ദുബായിക്കാണ് പറഞ്ഞപ്പോ അല്ല, നമ്മളപ്പം തന്നെയാണ്, ഖത്തർക്ക് തന്നെയാണ്. ഇവരോടൊന്ന് മുട്ടോ സൽമാന്? ഇവരപ്പം മുട്ടിയിട്ട് ഇംഗ്ലീഷിലൊന്ന് സംസാരിക്കണം, എന്നാ കോമഡി ആവും. കോച്ചാനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്ക. നമ്മളെ കൂടെ വന്ന സൽമാന്റെ ജ്യേഷ്ഠുണ്ട്. ആ, ചാറ്റ ആ, കയ്യും കൊടുത്തു. വണ്ടി നീങ്ങണില്ലേ? അങ്ങനെ മുതല് പോയി. ആ, ടാറ്റ. വാ, അങ്ങനെ ഇപ്പൊ ഒരാഴ്ച ആളെ കാണാണ്ടിരിക്കേണ്ടി വരും. ആ, പിന്നെയും തിരിഞ്ഞോക്കുണ്ട്. ആ, പോണു പോയി. നമ്മളെന്ത് ചെയ്യും? നമ്മ കൂടി പോവാ.